തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ സ്ഥാനാർത്ഥികളെല്ലാം സജീവമായ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അരുവിക്കര മണ്ഡലത്തിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് LDFിൻ്റെ സ്ഥാനാർത്ഥിയായ ജി സ്റ്റീഫനാണ്. അത് മാത്രവുമല്ല ഇവിടുത്തെ സിറ്റിംഗ് MLA കൂടിയാണ് അദ്ദേഹം. രണ്ടാം വട്ടം ജനവിധി തേടി ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? എങ്ങനെയാണ്? നല്ല പ്രതീക്ഷയാണുള്ളത്. രണ്ടാം പിണറായി ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, വികസനവും ക്ഷേമവും, ആ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടന്ന അതേ അളവിൽ അരുവിക്കര മണ്ഡലത്തിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വികസനത്തിനും ക്ഷേമ പ്രവർത്തനത്തിനും അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. പൊതുവേ നമ്മൾ മുൻപൊക്കെ അരുവിക്കര മണ്ഡലം എന്ന് പറയുമ്പോൾ UDFിൻ്റെ ഒരു ശക്തി കേന്ദ്രം എന്ന പേരിലാണ് നമ്മൾ അരുവിക്കര മണ്ഡലത്തെ കേട്ടിട്ടുള്ളത്. പക്ഷേ 2021 ആ ഒരു ചരിത്രം തിരുത്തി കുറിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇത്തവണ വീണ്ടും ശബരിനാഥിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന UDF മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തമായിട്ടില്ല എങ്കിലും UDFിനെ കുറിച്ച് അങ്ങനെ ഒരു വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു മത്സരം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അരുവിക്കര മണ്ഡലം രൂപീകരിക്കുന്നതിന് മുമ്പ് ആരനാട് മണ്ഡലമായിരുന്നു ഇവിടെ. ആരനാട് മണ്ഡലം 1957 മുതൽ 91 വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവുമാണ് വിജയിച്ചിട്ടുള്ളത്. 91 ശ്രീ രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ചെറിയ വ്യത്യാസത്തിൽ ഈ മണ്ഡലം നഷ്ടപ്പെടുന്നത്. പിന്നെ 30 വർഷം ഈ മണ്ഡലം UDFിൻ്റെ കയ്യിലായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഗവൺമെൻറ്റും MLA എന്നുള്ളതിൽ ഞാനും നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമല്ലോ. നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ നടത്തിയാലും ജനങ്ങളാണത് വിലയിരുത്തേണ്ടത്. ജനങ്ങൾ വിലയിരുത്തും. അവർ വിലയിരുത്തുമ്പോൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് സഹായകരമാകുമെന്നാണ് കാണുന്നത്. വളരെ കുറച്ച് ദിവസം മാത്രമാണ് തിരഞ്ഞെടുപ്പിനുള്ളത്. ഒരു 24-23 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വലിയൊരു മണ്ഡലം അത് കവർ ചെയ്യാനുള്ളൊരു സമയമൊക്കെ എങ്ങനെയാണ്? നമ്മുടെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യഘട്ടമാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് ചുരുങ്ങിയ ദിവസമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഒരു കണക്കിന് ചുരുങ്ങിയ സമയം ലഭിക്കുന്നത് പ്രവർത്തകർക്കും എല്ലാം കുറച്ച് സഹായകരമാണ്. എന്നാൽ എത്തേണ്ടടുത്തെല്ലാം എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകും. കാരണം ഈ ചുരുങ്ങിയ ദിവസമായതുകൊണ്ട് ഇതിൽ വോട്ടർമാരെ നേരിട്ട് കാണേണ്ട പ്രവർത്തനം വരും. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും. അതേപോലെ തന്നെ വ്യക്തികളെ പോയി കാണേണ്ട കാര്യങ്ങൾ വരും. ഇതിനെല്ലാം കൂടെ ഈ സമയം, പിന്നെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ വരും. ഇതിനെല്ലാം കൂടെ ഈ സമയം മതിയാവുമോ എന്ന് ചോദിച്ചാൽ മതിയാവില്ലെന്നായിരിക്കും ഞങ്ങൾ വ്യക്തിപരമായി പറയുന്നൊരഭിപ്രായം. പക്ഷേ ഇതിനകത്തെല്ലാം ചെയ്തു തീർത്തല്ലേ പറ്റൂ. അപ്പോൾ അതിനനുസൃതമായി ഇത് ക്രമീകരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും സ്ഥാനാർത്ഥിയും എല്ലാം അതിനനുസൃതമായി ഇത് ക്രമീകരിക്കും. മറ്റ് 2 പ്രധാന പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അത് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 1 മണിക്കൂറിനുള്ളിൽ തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥികൾ പ്രചരണ ജാഥയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനെ ഒരു പോസിറ്റീവ് ആംഗിളിൽ എടുക്കുന്നുണ്ടോ? നിശ്ചയമായും LDFിനകത്ത് സീറ്റ് ചർച്ച മണിക്കൂറുകൾ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPIMൻ്റെ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന സെക്രട്ടറി തന്നെ നേരത്തെ പറഞ്ഞതാണ്. എല്ലാം റെഡിയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 4 മണിക്ക് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു. 5 മണിക്ക് CPIMൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പാർട്ടിയും പ്രഖ്യാപിച്ചു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളും അതേ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളിൽ വളരെ മുന്നിലാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നതാണത്. പ്രധാന രാഷ്ട്രീയ പാർട്ടികളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾക്ക് അത് കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ സമയം വരെ നമ്മൾ തമ്മിൽ ഈ അഭിമുഖം നടത്തുന്നത് വരെ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്താ കഴിയാത്തത്? എന്താ അവർ പ്രഖ്യാപിക്കാത്തത്? അപ്പോൾ അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ നീങ്ങുന്നത്. UDFിൻ്റെ സീറ്റിലേക്ക് വരികയാണെങ്കിൽ അരുവിക്കര വലിയ തർക്കം നിലനിൽക്കുന്ന ഒരു സീറ്റ് കൂടിയാണ് UDFിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം. ഈ പിന്നെ
മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും വന്ന വാർത്ത മാത്രമേ എനിക്കും അറിയാവൂ. പല പേരുകളെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതവർ ചർച്ച ചെയ്യട്ടെ, ചർച്ച ചെയ്ത് ഏതെങ്കിലും ഒരു പേരിൽ അവർ എത്തിച്ചേരുമല്ലോ. അതായിരിക്കും അതാത് പാർട്ടി ആ മുന്നണികളുടെ സ്ഥാനാർത്ഥി. ഇപ്പോൾ ആര് സ്ഥാനാർത്ഥിയായാലും ഒരു മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിൽ, ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള മത്സരമാണ്. ഇത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല, മറിച്ച് മുന്നണികൾ തമ്മിലുള്ള ആശയങ്ങൾ തമ്മിലുള്ള മത്സരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ വരുന്ന 25 ദിവസം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 25ാമത്തെ ദിവസം നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ 25 ദിവസം കൊണ്ട് ഈ ദുർഭരണം അവസാനിപ്പിക്കുമെന്നാണ് കഴിഞ്ഞ കുറേ ദിവസമായി UDF ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിലവിലെ ഒരു സിറ്റിംഗ് MLA കൂടിയാണ്. 2021 തെരഞ്ഞെടുപ്പിലും ഇതേ വാക്കുകൾ തന്നെയാണ് ഏകദേശം അവർ പറഞ്ഞത്. ദുർഭരണം, പിന്നെ കുറേ അങ്ങനെയുള്ള അപവാദ പ്രചരണങ്ങളും എല്ലാം പറഞ്ഞു അവർ. ജനം ഏത് കണ്ണിലൂടെയാണ് നോക്കിക്കണ്ടതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വെളിയിൽ വന്നപ്പോൾ 2021 മെയ് മാസം 2-ാം തീയതി വോട്ടെണ്ണിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ തെളിയിച്ചു. 91 സീറ്റിൽ നിന്ന് 99 സീറ്റ് നൽകി വിജയിപ്പിച്ചു. ഒരു ഗവൺമെൻറ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അത് ചെയ്തോ ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അത് വികസനം, ക്ഷേമം അത് ചെയ്തു. ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിൽ മികച്ച ഒരു സംസ്ഥാനമായി നമ്മൾ മാറി. ജനങ്ങളെ ആഗ്രഹത്തിനൊത്ത്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഉയർന്നു പ്രവർത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ല അസംബ്ലി തിരഞ്ഞെടുപ്പ്. ഓരോ തിരഞ്ഞെടുപ്പിനും പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ തുടർച്ചയായ ഭരണം, കേരളത്തിൽ എല്ലാ രംഗത്തും ഉണ്ടായ മാറ്റങ്ങൾ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്ക്. അതുകൊണ്ട് ദുർഭരണം അവസാനിപ്പിക്കുമെന്നോ പിന്നെ മറ്റെന്തെങ്കിലും പ്രതിപക്ഷത്തിന് അത് പറയാതിരിക്കാൻ കഴിയില്ല. പിണറായി ഗവൺമെൻറ് ഏറ്റവും മികച്ച ഭരണമാണ് കാഴ്ചവെച്ചതെന്ന് അവർക്ക് പറയാൻ കഴിയുമോ? മനസ്സിൽ അങ്ങനെ ഉള്ളവർക്ക് പോലും പറയാൻ കഴിയില്ല. അപ്പോൾ അവരിത് ടാപ്പ് ചെയ്തതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏറ്റവും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വിജയപ്രതി ആത്മവിശ്വാസത്തിലാണ്. 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് കേരളത്തിലെ വോട്ടർമാർ മാർച്ച് ചെയ്യും. അരുവിക്കര മണ്ഡലത്തിലെ വോട്ടർമാർ മാർച്ച് ചെയ്യും. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി 2016-ലും 2021-ലും വിധിയെഴുത്ത് നടത്തിയതുപോലെ വിധിയെഴുത്ത് നടത്തും. നമുക്കത് നമ്മുടെ ഫലപ്രഖ്യാപനം വരുമ്പോൾ അത് നമുക്ക് കാണാൻ വേണ്ടി പോവുകയാണ്. അരുവിക്കര മണ്ഡലത്തിൽ LDF എന്തായാലും പൂർണ്ണ പ്രതീക്ഷയിൽ തന്നെയാണ് എന്നാണ് സ്ഥാനാർത്ഥിയായി G. സ്റ്റീഫൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ UDF അടക്കം നടത്തുന്ന പ്രചരണങ്ങൾ അതൊരു ദുഷ്പ്രചരണം മാത്രമാണ്. എന്തായാലും ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ അറിയാം. അതുകൊണ്ട് അതനുസരിച്ച് മാത്രമേ അവർ വോട്ട് ചെയ്യുകയുള്ളൂ. എന്തായാലും 9-ാം തീയതി ജനങ്ങൾ ബൂത്തിലേക്ക് എത്തുമ്പോൾ LDFന് വൻ വിജയം തന്നെ ഇത്തവണയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ അരുവിക്കരയിൽ നിന്നും LDF സ്ഥാനാർത്ഥി വ്യക്തമാക്കിയിരിക്കുന്നത്.